നമസ്കാരം. ലിബിയൻ ഭരണാധികാരിയായിരുന്ന കേണൽ ഗദ്ദാഫിയെക്കുറിച്ച് പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞ ഒരു കഥയുണ്ട്. ആഴ്ചയിലൊരിക്കൽ ഗദ്ദാഫി പൊതുജനങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ സങ്കടങ്ങൾ കേൾക്കാറുണ്ടത്രേ. അന്നൊരു ദിവസം പതിവിന് വിപരീതമായി ആൾക്കൂട്ടത്തിനൊപ്പം 3 മൃഗങ്ങളും സങ്കടം പറയാനെത്തി. മൃഗങ്ങളെ ആദ്യം വിളിക്കാൻ ഗദ്ദാഫി കൽപ്പിച്ചു. ആദ്യം ഒരു ഒട്ടകമാണ് വന്നത്. അത് പറഞ്ഞു, ഇനി എനിക്കിവിടെ പ്രസക്തിയില്ല, നിങ്ങൾക്ക് മരുഭൂമിയിലൂടെ പറക്കാൻ വിമാനങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ നിന്ന് പോകാൻ എന്നെ അനുവദിക്കണം. ഗദ്ദാഫി പറഞ്ഞു, ശരി, നിനക്ക് പോകാം. രണ്ടാമത് വന്നത് ഒരു കുതിരയാണ്. അത് പറഞ്ഞു, നിങ്ങൾക്ക് വായുവേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റിയ കാറുകളുണ്ട്, പിന്നെ എന്നെക്കൊണ്ട് എന്തു കാര്യം, എന്നെ വിട്ടുതരണം. ഗദ്ദാഫി ഉടൻ സമ്മതിച്ചു, ശരി, നിനക്കും പോകാം. പിന്നീട് വന്നത് ഒരു കഴുതയാണ്. അത് ഗദ്ദാഫിയോട് ചോദിച്ചു, ഇവിടെ നമ്മൾ 2 പേരും വേണോ, ആരെങ്കിലും ഒരാൾ പോരെ? ഓരോ ജനതയ്ക്കും അവരവർ അർഹിക്കുന്ന ഭരണാധികാരികളെ കിട്ടും എന്നാണല്ലോ വിവരമുള്ളവർ പണ്ടേ പറഞ്ഞിട്ടുള്ളത്. എങ്കിലും നമ്മുടെ ഭരണാധികാരികളുടെ അടുത്ത് വന്ന് കഴുതകൾ ഗദ്ദാഫിയോട് ചോദിച്ച ആ ചോദ്യം ചോദിക്കാതിരിക്കട്ടെ എന്നാണ് സത്യം പറഞ്ഞാൽ ഇന്നാട്ടിലെ എല്ലാവരുടെയും ആഗ്രഹം. ആ ആഗ്രഹം നമ്മുടെ ഭരണാധികാരികൾക്കില്ലാത്തതിന് വോട്ട് ചെയ്തവർ എന്തു ചെയ്യാനാണ്? ഞങ്ങൾ ഭരിച്ചാൽ ഭരുമോ എന്ന് പരീക്ഷിച്ചു നടക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി ചേർത്തല നിന്ന് മേൽപ്പാലം പണി നടക്കുന്ന ദേശീയപാതയിലൂടെ എറണാകുളം വരെ ഒന്ന് സഞ്ചരിച്ചു നോക്കണം. മുന്തിയ കാറുകൾക്ക് പകരം മുൻമന്ത്രി ബാലനും മറ്റും ചേർന്ന് തള്ളിത്തള്ളി മുന്നോട്ട് നീക്കിയ നവകേരള ബസ്സിൽ വന്നാലും തെറ്റില്ല. പക്ഷേ അത് എത്രയും വേഗം വേണം എന്ന് മാത്രം. മതി, ഒരൊറ്റ തവണ യാത്ര ചെയ്താൽ മതിയാകും. എന്നിട്ട് നിങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗം ഇളകാത്തതായി ബാക്കിയുണ്ടെങ്കിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി പ്രജകളെ അതൊന്ന് കാണിച്ചു കൊടുക്കണം. നിങ്ങൾ സൃഷ്ടിച്ച നവകേരളത്തിലൂടെ പുരാതന ബസ്സുകളിൽ സഞ്ചരിക്കുന്ന സാധാരണക്കാരും ആംബുലൻസുകളിലും അല്ലാതെയും കടന്നു പോകുന്ന രോഗികളുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാട് എത്രയാണെന്ന് പറഞ്ഞു തരാനാവില്ല. അത് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. മന്ത്രി സാറുമാരെ, സത്യത്തിൽ ഇതും ഒരു ദേശീയ ദുരന്തമാണ്. ഹൈക്കോടതി ഇടപെട്ടപ്പോൾ VKN പറഞ്ഞതുപോലെ ഇടപെട്ടളയും എന്ന് പറഞ്ഞ മന്ത്രിപ്പുലികളും ഉദ്യോഗസ്ഥ പുപ്പുലികളുമൊക്കെ ഏത് കുണ്ടിലാണ് വീണ് കിടക്കുന്നത് എന്നറിയില്ല. ഹൈക്കോടതിയല്ല, ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപ്പട്ടർ പറഞ്ഞാലും ഒന്നും സംഭവിക്കില്ല എന്ന് വരുന്നത് ഇന്നാട്ടിലെ നീതിന്യായ പീഠത്തിന് തന്നെ അപമാനമാണല്ലോ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ജഡ്ജിമാരും ഇടപെട്ടിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ദുരിതം പേറുന്ന മനുഷ്യരൊക്കെ ചങ്ങലയായി പ്രതിഷേധിച്ചിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ലവലേശം കൂസലില്ല. മേൽപ്പാലം പണിയുന്നവർക്ക് നൽകിയ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കണമെന്ന് ഉറപ്പുവരുത്തേണ്ടത് കേന്ദ്രനാണോ വേന്ദ്രനാണോ അതോ ഇന്ദ്രനാണോ ചന്ദ്രനാണോ എന്ന് തർക്കിച്ചും ചാനലുകളിൽ ചർച്ചിച്ചും ഇനിയും സമയം കളയുന്നത് ആയുർവേദ തിരുമു കേന്ദ്രങ്ങളിലെ എണ്ണം കൂട്ടാൻ മാത്രമേ ഉപകരിക്കൂ. ഭരണക്കാരെ, നിങ്ങൾക്ക് ചവിട്ടി തിരുമാനും കിഴികുത്താനും നാട്ടുകാരുടെ പണമുണ്ട്. നിങ്ങളുടെ നട്ടെല്ലിൻ്റെ വളവുകൊണ്ട് വഴിയിലെ കുഴിയിൽ വീഴുന്ന സാധാരണക്കാരൻ അതിനുള്ള തുക എവിടെ നിന്ന് കണ്ടെത്തും? അവസാനമായി ഒരു നിർദ്ദേശം കൂടി. ഇടയ്ക്കിടെ ആയുർവേദ സുഖചികിത്സയ്ക്ക് പോകുന്ന ഭരണാധികാരികൾ അതോടൊപ്പം കുറച്ച് ദിവസം നെല്ലിക്കാത്തളം കൂടി വയ്ക്കുന്നത് നന്നായിരിക്കും.